പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-നാണ്. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് ഈ തീരുമാനം. 80 വയസ്സിൽ താഴെയുള്ള 135 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് എന്ന് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. പിൻഗാമിയെ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ. വോട്ടവകാശമുള്ള കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ ഒന്നിക്കും. 700 വർഷമായി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് കർഡിനൽസ് കോളേജിൽ നിന്നാണ്. വോട്ടെടുപ്പ് ദിവസം സിസ്റ്റൈൻ ചാപ്പൽ അടച്ചിടും. കർദിനാൾമാരെ കയറ്റിവിട്ടതിനു ശേഷം പുറത്തുനിന്ന് പൂട്ടും. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്കാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ, വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. രഹസ്യമായിട്ടായിരിക്കും ഈ വോട്ടെടുപ്പ്. ബാലറ്റിൽ നമുക്ക് ആരെയാണോ താല്പര്യമുള്ളത് അയാളുടെ പേരെഴുതി അൾത്താരയ്ക്ക് മുകളിലെ പാത്രത്തിൽ നിക്ഷേപിക്കും. 3-2 ഭൂരിപക്ഷം ലഭിക്കണം. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ബാലറ്റ് എണ്ണും. തെരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ആ എണ്ണിയ ബാലറ്റ് എല്ലാം കത്തിച്ചു കളയും. കറുത്ത പുകയാണെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിലൂടെ വരുന്നതെങ്കിൽ പുതിയ മാർപ്പാപ്പയെ കിട്ടിയില്ല എന്നാണ് ഉത്തരം. വെളുത്ത പുകയാണെങ്കിൽ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷനെ ലഭിക്കും.